Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. The picture shows the variation of electric field intensity inside and outside the charged spherical conductor of radius capital R. Identify the conductor. അല്ലെ, നമ്മുടെ ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് ഗോസസ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ വീഡിയോയിലുണ്ട്. 11ാമത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ സ്പെറിക്കൽ ഷെല്ലിന്റെ ആണ് ഇത് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിന്റെ എക്സ്പ്ലനേഷനില് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫും വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോസ് കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഏതാണ്, ഏത് കണ്ടക്ടർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏത് കണ്ടക്ടർ ആയിരിക്കാം? സ്പെറിക്കൽ ഷെല്ലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്നുകൂടെ പറഞ്ഞായിരുന്നു സ്പെറിക്കൽ ഷെൽ അല്ലെങ്കിൽ കണ്ടക്ടിങ് സ്പിയർ ആണ്. ഓക്കെ, രണ്ട് രീതിയിലും പറയാം. എന്തൊക്കെയാണ്? സ്പെറിക്കൽ ഷെൽ അല്ലെങ്കിൽ കണ്ടക്ടിങ് സ്പിയർ ആണ്. നമ്മളോട് ഇത് ഈ ഡയഗ്രാം ഏതിന്റെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇത് ഏതൊക്കെയാണ്? സ്പെറിക്കൽ ഷെല്ലിന്റെ. സ്പെറിക്കൽ ഷെൽ ആൻസർ പറയുന്നത് ഏതിന്റെയാ വരിക? സ്പെറിക്കൽ ഷെൽ. ഷെൽ അല്ലെങ്കിൽ ഏത് വരും? കണ്ടക്ടിങ് സ്പിയർ. ഓക്കെ, ഇതിന്റെയാണ് നമ്മുടെ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിച്ചിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനില് രണ്ട് ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. Here A and B are the two closed surface based on Gauss's theorem. Comment on it. ഇതിനെ കുറിച്ച് കമന്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഫസ്റ്റ് സ്പിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പിയറിൽ ടോട്ടൽ ചാർജ് ഉണ്ട്. 3Q എന്ന് പറയുന്ന ടോട്ടൽ ചാർജ് ഉണ്ട്. ടോട്ടൽ ചാർജ് എങ്ങനെയാണ്? ഈ സ്പെറിക്കൽ സർഫസിന് ഉള്ളിൽ എൻക്ലോസ്ഡ് ആണ്. അപ്പൊ എൻക്ലോസ്ഡ് ആണെങ്കിൽ ഗോസസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെറ്റ് ചാർജ് ഇൻസൈഡ് ദം എന്ത് വരുന്നുണ്ട്? 3Q എന്ന് പറയുന്ന നെറ്റ് ചാർജ് ഉണ്ട്. സോ അവിടെ എന്തുണ്ട്? ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് പുറത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ സർഫസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നെറ്റ് ചാർജ് തന്നിട്ടില്ല, പക്ഷെ ഫീൽഡ് ലൈൻസ് ഒരെണ്ണം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ നടക്കുക? ഇവിടെ നെറ്റ് ചാർജ് ഇൻസൈഡ് ദം ഇസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് എന്തുവരും? നെറ്റ് ഫ്ലക്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പം. ഈ കണ്ടക്ടറിലേക്ക് അല്ലെങ്കിൽ ഈ സ്പെറിക്കൽ പോർഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഫ്ലക്സ് ലൈൻസിന്റെ എണ്ണവും പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് ലൈൻസിന്റെ എണ്ണം എന്താണ്? സെയിം ആണ്. എൻറ്റർ ചെയ്യുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ +1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നത് എന്തായിട്ട് എടുക്കും? -1 ആയിട്ട് എടുക്കുക. അപ്പൊ നെറ്റ് ഫ്ലക്സ് എത്രയാ വരിക? 0. +1 + -1, അപ്പൊ നെറ്റ് ഫ്ലക്സ് എത്ര വരും? 0. അല്ലെങ്കിൽ ചാർജ് ഇൻസൈഡ് ദം എത്രയാണ്? 0 ആണെന്ന് പറയാം. ചാർജ് ഇൻസൈഡ് ദം 0 ആയതുകൊണ്ട് ഫ്ലക്സ് എത്രയായിരിക്കും? 0. ഫ്ലക്സ് y = Q/ε0 ആണല്ലോ. അപ്പൊ ഫ്ലക്സ് ചാർജ് 0 ആണെങ്കിൽ ഫ്ലക്സും എന്താണ്? 0. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാര്യം കൂടെ ഓർത്തിരിക്കാം. എൻറ്റർ ചെയ്യുന്ന ഫ്ലക്സ് പോസിറ്റീവ് ആയിട്ടും ലീവ് ചെയ്യുന്ന ഫ്ലക്സ് എപ്പോഴും എന്തായിട്ട് എടുക്കുക? ഈ കണ്ടക്ടറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് എപ്പോഴും എന്തായിട്ട് എടുക്കുക? മൈനസ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് +1ഉം ഇവിടെ എന്തോരും? -1ഉം ആണ്. അപ്പൊ എത്ര വരും? 0 ആയിട്ട് പൊക്കോളൂ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ? Two equal and opposite charges separated by a small distance. അല്ലെ, രണ്ട് ഈക്വൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ്, ഒന്ന് +Q ആണെങ്കിൽ ഒന്ന് -Q. അല്ലെ, ഈ രണ്ട് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2L. ഓക്കെ, അപ്പോ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ചെറിയ ഡിസ്റ്റൻസ്, ഈ ഒരു അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈപോൾ. Two equal and opposite charges separated by a small distance. Okay. അപ്പൊ അത് ക്ലിയർ ആയി. Even though the magnitude of the total charge of the dipole is 0, there is a field line around it.
ശരിയാണ്. നോക്കിയേ, വാട്ട് അബൌട്ട് ദ ടോട്ടൽ ചാർജ്? ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു, ഇത് പ്ലസ് ക്യൂ ആണ്, ഇത് മൈനസ് ക്യൂ ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0 ആയി പോകും അല്ലെ. അപ്പൊ ക്യൂ പ്ലസ് മൈനസ് ക്യൂ എത്ര വരും? 0. നെറ്റ് ചാർജ് 0 ആണ്. പക്ഷെ നെറ്റ് ചാർജ് 0 ആണെങ്കിലും ഇവിടെ എന്തുണ്ട്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ പോവാനുള്ള കാരണം, നെറ്റ് ചാർജ് 0 ആയിട്ടും അത് എന്താ പോകുന്നത്? പോസിറ്റീവിനും നെഗറ്റീവ് ചാർജിനും ഇടയിലുള്ള അല്ലെങ്കിൽ അവയുടെ ഇന്ററാക്ഷനെയാണ് ഈ ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നെറ്റ് ചാർജ് 0 ആണെങ്കിലും പോസിറ്റീവും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ആ ഇന്ററാക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫീൽഡ് ലൈൻസ് പുറത്തു വരയ്ക്കാം. ഉള്ളിൽ ഏതെങ്കിലും ഫീൽഡ് ലൈൻസ് ഉണ്ടോ? ഇല്ല, ഈ ഉള്ളില് ഫീൽഡ് ലൈൻസ് ഇല്ല. ഓക്കെ, നമ്മൾ ഫീൽഡ് ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇൻസൈഡ് ദ ബോഡി ഫീൽഡ് ലൈൻസ് എന്തായാലും ഉണ്ടാവില്ല, ഔട്ട്സൈഡിലാണ് എന്ത് ചെയ്യുക? ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നത്. അപ്പൊ അവ തമ്മിലുള്ള പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഇന്ററാക്ഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത് അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, EA and EE are the electric field at the same distance on the axial and equatorial plane. ആക്സിയൽ പ്ലെയിനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ റേഷ്യോ ഓഫ് EA by EE? ആക്സിയൽ പോയിന്റിലെയും ഇക്വറ്റോറിയൽ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡിന്റെ റേഷ്യോ എന്താണ്? നമ്മൾ ഡിറൈവ് ചെയ്തേക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിന്റെയും ഇക്വറ്റോറിയൽ ലൈനിന്റെയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ മാത്രം മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ഡിറൈവ് ചെയ്ത ശേഷം നമ്മൾ റേഷ്യോ എടുത്ത് എഴുതിയിട്ടുള്ളതാണ്. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ആൻസർ പറയാവുന്നതാണ് അല്ലെ. EA by EE is equal to എത്രയായിരുന്നു നമ്മൾ അവിടെ കണ്ടത്? -2. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. EA is equal to ആക്സിയൽ ലൈനിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? 1/4πε0 into 2p divided by RQ. ഇക്വറ്റോറിയൽ പ്ലെയിനിലെ എന്തുവരും? ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 into -p divided by RQ അല്ലെ. അപ്പൊ ഇവ തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ 1/4πε0 p ക്യാൻസൽ ചെയ്തു, r³ ക്യാൻസൽ ചെയ്തു, ബാക്കി ഇനി എന്തുണ്ട്? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. Therefore, EA divided by EE is equal to എത്രയായിട്ട് എടുക്കാം? -2. ഓക്കെ, മൈനസ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ഡയറക്ഷനെ കാണിക്കാനാണ്. ഡയറക്ഷൻ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് -2 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ EA by EE is equal to 2 എന്ന് എഴുതിയാലും മതി, മൈനസ് സൈൻ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ റേഷ്യോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ എന്തുവരും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് electric field lines near two equal and opposite charges placed in air at a distance 5 cm apart. Okay, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജസ് നമ്മുടെ ഉണ്ട് എന്ന് വെച്ചാൽ +q ഉണ്ട്, അടുത്തത് എന്താണ്? -q ഉണ്ട്. അത് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് വെച്ചിരിക്കുന്നത്? 5 cm അകലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ലൈൻസ്. ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന് ഒന്ന് മാർക്ക് ചെയ്യുക, ഒന്ന് വരച്ച് മാർക്ക് ചെയ്ത് കാണിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എന്ന് പറയുമ്പോൾ അതൊരു ഡൈപോൾ ആണ്. ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ഒന്ന് വരച്ച് എവിടെയാണ് അതൊന്ന് ആരോ മാർക്ക് ഇട്ട് ഡയറക്ഷൻ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചാർജസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? +q ഉണ്ട്, -q ഉണ്ട്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവ തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 5 cm ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫീൽഡ് ലൈൻസ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫീൽഡ് ലൈൻസ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ നമുക്ക് വരയ്ക്കാം. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലെ. ലൈൻസിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. നമുക്ക് പോസിറ്റീവ് ചാർജ് ആയിട്ട് എടുക്കാം. ഇത് എന്താണ്? ഓക്കെ, ഇൻസൈഡ് ദ ബോഡി ലൈൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇൻസൈഡ് ദ ബോഡി വരയ്ക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയൊക്കെ ഉണ്ട്. പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്,
നെഗറ്റീവ് ചാർജിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഓക്കെ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ലൈൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. ഡൈപോൾ വരച്ചിട്ട് ഡൈപോളിന്റെ രീതിയിൽ വരയ്ക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ കാണിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയഗ്രാം. A second question, calculate the magnitude of the charges if the force between them is 90 Newton. രണ്ട് ചാർജിനും ഇടയിലുള്ള ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 90 ന്യൂട്ടൺ ഫോഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാർജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് F is equal to എത്ര വന്നു? 90 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ചാർജ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനിടയിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് ചാർജിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ തന്നിരിക്കുന്നത്? 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂളംസ് ലോ യൂസ് ചെയ്യാം. കൂളംസ് ലോ അനുസരിച്ച് ഇത് എയറിലാണല്ലോ, രണ്ട് ചാർജിനും ഇടയിൽ മീഡിയം ഇല്ല, അപ്പൊ എയറിലാണ്. അപ്പൊ എന്ത് വരാം? 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ, നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് മാത്രമേ എടുക്കുള്ളൂ, സൈൻ എടുക്കില്ല. Q into Q divided by R square. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോഴ്സിന് പകരം 90 എന്ന് കൊടുക്കാം. 1/4πε0 വാല്യൂ എത്രയാണ്? 9 into 10⁻⁹. ഓക്കെ, 9 into 10⁻⁹ Q square divided by R എത്രയായിരുന്നു? 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 into 10⁻⁻². എപ്പോഴും നമ്മൾ സെന്റിമീറ്റർ തന്ന മീറ്റർ ആക്കി ചെയ്യാം. ഓക്കെ, the whole square. അപ്പൊ ഒന്ന് നോക്കിയേ, 9 90ലേക്ക് 10 ടൈംസ് വന്നു. അപ്പൊ 10 into 5 square 25. ആ 25 ഡിനോമിനേറ്ററിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ 25 into 10⁻⁻⁴ equal to 10⁻⁹ Q square. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് Q square എഴുതാം. Q square is equal to എത്ര വന്നു? 250 into 10⁻⁻⁴ divided by 10⁻⁹. 10⁻⁹ മേളിലേക്ക് വരുമ്പോൾ 10⁻⁻⁹ ആണ്. അപ്പൊ 250 into 10⁻⁻⁴ into 10⁻⁻�9. അപ്പൊ 250 into 10⁻⁻ എത്ര വന്നു? 13. 9ഉം 4ഉം കൂടെ കൂടിയ എത്ര വരും? 13. അപ്പൊ -13. ഇനി എന്ത് ചെയ്യാം? ഈ 0 നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ 25 into 10⁻⁻12 എന്ന് എഴുതാലോ അല്ലെ. ഇതാണ് Q സ്ക്വയർ. അപ്പൊ Q എത്ര വരും? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോ എത്ര വരും? 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5. 10⁻⁻12ന്റെ സ്ക്വയർ റൂട്ട് എത്ര വരും? -6 അല്ലെ. അപ്പൊ ചാർജ് എത്രയാണ്? ഒരു ചാർജ് എത്രയായിട്ട് കിട്ടിയിരിക്കുന്നത്? 5 ആണ്. 5 into 10⁻⁻6. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിട്ടാ വരിക? ചാർജിന്റെ യൂണിറ്റ് കൂടും. ഓക്കെ, അപ്പൊ ചാർജ് നമുക്ക് കിട്ടി. ഓക്കെ, ചാർജ് Q is equal to 5 into 10⁻⁻6 coulomb. Will the force increases or decreases or remains same if the system is immersed in water? അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ റിമെയിൻ സെയിം ആണോ? എങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തെ, ഡൈപോളിനെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യാം. ഓക്കെ, വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോഴ്സ് എന്ത് സംഭവിക്കും? കൂടുകയാണോ കുറയാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനില് ഫോഴ്സ് ഇൻ മീഡിയം വാട്ടറിൽ അല്ലെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ഡൈപോള് വാട്ടറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മള് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എത്രയാണ്? ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എപ്സിലൺ ആർ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫോഴ്സ് ഇൻ എയർ, രണ്ട് ചാർജിന് ഇടയിലുള്ള ഫോഴ്സ് എന്തായിരുന്നു? 90 ന്യൂട്ടൺ. അപ്പൊ 90 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. 90 ഡിവൈഡ് ബൈ എപ്സിലൺ ആർ. എപ്സിലൺ ആർ ഇവിടെ വാട്ടർ ആണെന്നാണ് തന്നിരിക്കുന്നത്. വാട്ടറിന്റെ എപ്സിലൺ ആർ എത്രയായിരുന്നു? 81 ആണ്. ഓക്കെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 81 ആണ്. ഓക്കെ, അപ്പൊ 90/81. 981ലേക്ക് എത്ര ടൈംസ് ആ? 9 9s are 81. അപ്പൊ എത്ര വരും? 10 divided by 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാല്യൂ കണ്ടുപിടിക്കാനൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് വാല്യൂ കണ്ടുപിടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10/9 ആണ് അല്ലെ. അതിന്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഇവിടെ നോക്കിയേ,
ഡിനോമിനേറ്ററിൽ എന്തായാലും വാല്യൂ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് വരും, റിസൾട്ട് എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുതലാണ്. സാധാരണ എഫ് ഇൻ എയർ എന്നേ പറയാറുള്ളൂ. മീഡിയം ആവുമ്പോൾ എന്ത് വരും, എഫ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എപ്സിലൺ ആർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ എപ്സിലൺ ആറിന്റെ പ്രസൻസ് കൊണ്ട് ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും ആണല്ലോ. അപ്പൊ ഫോഴ്സ് ഇൻ മീഡിയം എങ്ങനെയാണ്, ഡിക്രീസസ്. ഓക്കെ, ഈ വാല്യൂ കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. എപ്സിലൺ ആർ വാട്ടറിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് വാട്ടർ. വാട്ടറിന്റെ കേസിൽ എത്രയാണ്, എപ്സിലൺ ആർ ഇസ് ഈക്വൽ ടു 81 ആണ്. Our next question, a sphere of radius a is made up of insulating material and has a charge distributed uniformly throughout its volume. Let the charge density be rho. Find the electric field due to the charge for r less than or equal to a. അപ്പൊ നമുക്കൊരു സ്പിയർ ഉണ്ട് അല്ലെ. സ്പിയറിന്റെ റേഡിയസ് വന്നിട്ടുണ്ട്, റേഡിയസ് a ആണ്. എ റേഡിയസ് ഉള്ള ഒരു സ്പിയർ മെയ്ഡ് അപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഈ സാധനം മെയ്ഡ് ചെയ്തിരിക്കുന്ന സ്പിയർ മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം കണ്ടക്ടർ വെച്ചിട്ടാണ്. ഇത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. ആൻഡ് ഹാസ് എ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ഇറ്റ്സ് വോളിയം. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ക്യൂ ചാർജ് പ്രൊവൈഡ് ചെയ്താൽ ആ ചാർജ് എന്ത് ചെയ്യും, ഇവിടെ മുഴുവനും യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യും. അല്ലാണ്ട് അത് എങ്ങോട്ട് പോവില്ല, സർഫസിലേക്ക് പോവില്ല. ഓക്കെ, ഇതെന്ത് ചെയ്യും, യൂണിഫോം ആയിട്ട് അതിന്റെ ത്രൂ ഔട്ട് ദ വോളിയം അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ലെറ്റ് ദ ചാർജ് ഡെൻസിറ്റി ബി റോ. ചാർജ് ഡെൻസിറ്റി റോ ആണെങ്കിൽ ഫൈൻഡ് ദ ഫീൽഡ് ഡ്യൂ ടു ദ ചാർജ് ഫോർ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഓക്കെ, ആർ എന്ന് പറയുന്ന പോയിന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ലെസ് ദാൻ എനേക്കാളും കുറവായിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റില് എന്ത് വരണം, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തു. അതിന്റെ എന്തായാലും സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ട് തന്നെ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോസസ് തിയറം എന്തായിട്ട് വരും, ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതുക, ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വോളിയം ചാർജ് ഡെൻസിറ്റി റോ ആണ്. വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം. therefore q is equal to rho into v അല്ലെ. that's equal to rho into വോളിയം എത്രയാ, സ്ഫെറിക്കൽ ഷേപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 pi r cube. അപ്പൊ ചാർജ് നമുക്കറിയാം 4/3 pi r cube ആണ്. ഇവിടെ r എത്രയാണ്, ചാർജ് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ വലിയ സ്ഫിയറിലാണ്. അപ്പൊ 4/3 pi a cube. അപ്പൊ ചാർജ് കിട്ടി. ചാർജിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് മാറ്റണം. സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡി എ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. ഗോസിയൻ സർഫസിലെ ചെറിയൊരു ഏരിയ എടുത്തു. ഈ ഏരിയ ഡയറക്ട് ചെയ്യുന്നത് നോർമൽ ടു ദാറ്റ് ഗിവൺ ഏരിയ അല്ലെ. അപ്പൊ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡും ആ സെയിം ഡിറക്ഷനിൽ തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്ത് വരും, ഇയും ഡി എയും എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാ ഡയറക്ഷനും ഉണ്ടല്ലോ. അപ്പൊ ഇയും ഡി എയും സെയിം ഡിറക്ഷനിലാണ്. ഇയും ഡി എയും സെയിം ഡിറക്ഷൻ ആണെങ്കിൽ കോസ് 0 വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ പുറത്തേക്ക് എടുത്തു. ഏരിയ എന്ന് പറയുന്നത് എത്ര വരും, ചെറിയ സ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 പൈ. ഇതിന്റെ റേഡിയസ് സ്മോൾ ആർ എന്ന് തന്നിട്ടുണ്ട്. ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പൊ ആർ ഈസ് ലെസ് ദാൻ എ. അപ്പൊ എന്തായിട്ട് വരും, 4 പൈ സ്മോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂവിന് പകരം വാല്യൂ കൊടുക്കാം റോ ഇൻറ്റു 4 പൈ എ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0. 4 പൈ ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കി എന്തായിട്ടാ വരിക,
E into small r square is equal to rho a cube divided by 3 epsilon 0. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അവിടെ നിന്ന് എഴുതാം E is equal to എത്രയായിട്ട് വരും? E is equal to rho a cube divided by 3 epsilon 0 into r square. ഓക്കെ, അപ്പോ ഈ സ്ഫിയറിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, rho a cube divided by 3 epsilon 0 into r square. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആറും എയും ഈക്വൽ ആണെങ്കിൽ എത്ര വരാം? ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ അവിടെ നിന്ന് നമുക്കൊന്ന് എടുത്ത് എഴുതാം. എന്ത് വരും? E is equal to rho into a cube divided by 3 epsilon 0 into ആറും എയും ഈക്വൽ ആണെന്നാണ്. അപ്പൊ a സ്ക്വയർ a ക്യൂബിലേക്ക് ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് വരും? റോ a ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് E is equal to rho into a divided by 3 epsilon 0. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് നല്ലത് വന്നിരിക്കുന്ന, പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം ഗോസസ് തിയറം നമുക്ക് അറിയാവുന്നതാണ്, റോ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്, വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു ആപ്ലിക്കേഷൻ ലെവലായിട്ടാണ് വന്നിരിക്കുന്നത്. റോ എ ഡിവൈഡ് ബൈ 3 epsilon 0, ആറും എയും ഈക്വൽ ആണെങ്കിൽ, ആറും എയും രണ്ടാണെങ്കിൽ എന്ത് വരും? റോ എ ക്യൂബ് ഡിവൈഡ് ബൈ 3 epsilon 0 r സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മള് തിയറിയിലും പ്രോബ്ലത്തിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് പ്രോബ്ലംസും തിയറി പാർട്ടും നന്നായിട്ട്, കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആക്കി പഠിക്കാം. പിന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അല്ലെ, ഓരോ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പല രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. അതുപോലെ തന്നെ തിയറി പാർട്ട്, കോൺസെപ്റ്റ് ലെവല്, നിങ്ങൾക്ക് ഡെറിവേഷൻസിനേക്കാളും കൂടുതൽ കോൺസെപ്റ്റ് ലെവലാണ് കൂടുതൽ ആവശ്യം. അപ്പൊ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. ഗോസസ് തിയറം, സ്പെറിക്കൽ ഷെല്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. ഗോസസ് തിയറത്തിന്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കാം. If you like this video, please subscribe and enable the bell button. Thank you.